അവിടെ സെബദി പുത്രന്മാരായ കർത്താവിൻ്റെ ശിഷ്യന്മാർ യാക്കോവിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ കർത്താവിൻ്റെ അടുക്കൽ ഒരു അഭ്യർത്ഥനയുമായി വരികയാണ്. ഞങ്ങളുടെ മക്കൾ രണ്ടുപേരെയും നീ മഹത്വം പ്രാപിക്കുമ്പോൾ ഒരാളെ എടുത്തും അവരനെ വലതുമായിട്ട് ഇരിക്കുവാനുള്ള അർഹത നൽകണം എന്നതാണ് അവരുടെ അഭ്യർത്ഥന. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ നേരിട്ട് തന്നെയാണ് അഭ്യർത്ഥനയുമായി ചെല്ലുന്നത്. അതല്ലല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ അഭ്യർത്ഥനയാണ്. കർത്താവ് അവരോട് പറയുന്ന ഈ അഭ്യർത്ഥന എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് കർത്താവിന് മറുപടി. ഞാൻ പലപ്പോഴും പട്ടയക്കുവാൻ വരുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുക, എന്താ ഈ വഴി? അവർ പറഞ്ഞു, ഭയങ്കര ആഗ്രഹമാണ്, ഒരച്ഛനാവണമെന്നുള്ളത്. മനസ്സിലൊരാഗ്രഹം പൂർത്തീകരിക്കുവാനല്ല ആരും വൈദികനാകുന്നത് എന്നുള്ളൊരു പ്രാഥമിക ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ലെന്നാണ്. അങ്ങനെ വൈദികരാകുവാനുള്ള സാഹചര്യങ്ങൾ പലതും കൊണ്ട് കാണും. അവരുടെ ഇടവിൽ ഒരു നല്ല വൈദികൻ നല്ല ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് ആ ശുശ്രൂഷയിൽ ആകൃഷ്ടരായി ഒരു പക്ഷേ വൈദിക ശുശ്രൂഷയിലേക്ക് വരാനുള്ള ശ്രമം ഉണ്ടാകും. പിന്നെ വലിയ അധ്വാനം ഇല്ലാതെ ആരും എതിരൊന്നും പറയില്ല, തരക്കേടില്ലാത്ത ജോലിയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വൈകാരികമായ ഒരടുപ്പം, അച്ഛനാകുന്നു, വലിയ തരക്കേടില്ല, ഇങ്ങനെ പലതരത്തിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ മെത്രാച്ചൻ്റെ അടുത്ത് വന്നല്ല പരുവത്തിനൊക്കെ പറഞ്ഞ് കാര്യം സാധിക്കുന്നവർ പലപ്പോഴും ഉണ്ട്. എന്നാൽ സാധാരണ വരുമ്പോൾ അവരുടെ ഒരു പരിശോധന സംഘത്തിന് വിധേയമാക്കുന്ന ഒരു കാര്യം പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ജോസഫ് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഏതാണെങ്കിലും ആ ഒരു ബോധ്യത്തിൽ വന്നയാളാണ് എന്നാണ് എൻ്റെ ചിന്ത. ഇവിടെ ചില താല്പര്യങ്ങൾ വച്ചല്ല വൈദിക ശുശ്രൂഷയിലേക്ക് വരുന്നത്. അത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമായിട്ട് ദൈവവിളിയായിട്ട് മനസ്സിലാക്കുന്നൊരു സാഹചര്യത്തിൽ മാത്രമാണ് ശുശ്രൂഷ അനുഗ്രഹകരമായി നിവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പുറത്തു നിന്ന് നോക്കുന്നത് പോലെയല്ല, ആത്മാർത്ഥമായി ഒരു വൈദികൻ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നെങ്കിൽ അതിൻ്റെ ബദ്ധപ്പാടുകളും ഭാരങ്ങളും വളരെ അധികമാണ്. പിന്നെ ഒത്തിരി പേർക്ക് വലിയ ഭാരമൊന്നും അല്ലാതെ നോക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഞായറാഴ്ച പോയി കുർബാന ചൊല്ലി പ്രസംഗം പറഞ്ഞ് ഒരു നീണ്ട പ്രസ്താവനകൾ നടത്തി അങ്ങ് പോവും. പിന്നെ അടുത്ത ഞായറാഴ്ച വീണ്ടും പ്രത്യക്ഷപ്പെടും. പിന്നെ എൻ്റെ ഇടയ്ക്ക് വല്ല മരണമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ആയിട്ട് ചെല്ലുവാണെങ്കിൽ അവർ വീട്ടിൽ വരികയും വേണ്ട ക്രിയകളൊക്കെ നടത്തി കൊടുക്കും. ഇത്രയൊക്കെ അച്ഛന്മാരുടെ ഉത്തരവാദിത്വമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഇതൊരു നിയോഗ കാര്യമാണ് എന്നും
തൻ്റെ ജീവിതം മുഴുവനും ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി വിട്ടുകൊടുക്കുന്ന ഒരു കാര്യമാണ് എന്നും തിരിച്ചറിവ് പലപ്പോഴും ഇല്ലാതെ പോകുന്നതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു നിയോഗമാണ് എന്ന് കണ്ടെത്തി കർത്താവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ ഒരു അമ്മ പറഞ്ഞ പോലെ തരക്കേടില്ലാത്തൊരു സ്ഥാനമാണ് എന്ന് കരുതി ഇതിലേക്ക് വന്ന വലിയ കുഴപ്പമാണ്. ഇതൊരു സ്ഥാനമല്ല, ഇത് ദൈവിക ശുശ്രൂഷയാണ്, ഇതൊരു നിയോഗമാണ്. ഇത് ജീവിതത്തിൽ ഈ ഇതിലേക്ക് പ്രവേശിക്കുമ്പോഴെങ്കിലും കണ്ടെത്തിയില്ലെങ്കിലും ആ പഠനങ്ങളിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ശുശ്രൂഷ പരാജയമാകും. അത് അച്ഛൻ്റെ ആണെങ്കിലും മെത്രാച്ചൻ്റെ ആണെങ്കിലും കാതോലിക്കയുടെ ഒക്കെ ആണെങ്കിലും അത് ദൈവനിയോഗം അവരുടെ ശുശ്രൂഷയിൽ നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ശുശ്രൂഷ അർത്ഥമില്ലാത്തതാണ് എന്ന് സ്വയം തിരിച്ചറിയും, മനുഷ്യർക്കും മനസ്സിലാവും. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാണോ പറയുന്നത്? കർത്താവിൻ്റെ അടുക്കൽ സ്ഥാനങ്ങളൊന്നുമില്ല, നിയോഗങ്ങൾ മാത്രമാണ്, ശുശ്രൂഷകൾ മാത്രമുള്ളൂ എന്ന് മനസ്സിലാക്കണം എന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നാമത് പറയാനുള്ളൊരു കാര്യം, ഈ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ഇതൊരു സ്ഥാനമാണ് എന്ന് കരുതണ്ട, നേരെ മറിച്ച് ദൈവസന്നിധിയിൽ നിയോഗ നിവൃത്തിയാണ്, ഒരു ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കി ഈ ശുശ്രൂഷയിലേക്ക് കടക്കണം എന്നാണ്. രണ്ടാമത് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതിന് ചില അടിസ്ഥാന പ്രമാണങ്ങൾ, നിബന്ധനകളുണ്ട്. അതും കർത്താവ് പറയുന്നുണ്ട് അല്ലേ. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഇത് രണ്ടും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. അതായത് മാമോദീസ എന്നത് തീർച്ചയായിട്ടും മനുഷ്യജീവിതത്തിലെ അടിസ്ഥാന പരിവർത്തനമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. ഇന്നലെ ജീവിച്ചതുപോലെ ജീവിക്കാനല്ല, നേരെ മറിച്ച് മനുഷ്യജീവിതത്തിൽ അടിസ്ഥാന പരിവർത്തനത്തിന് വിധേയമായി ജീവിക്കാനാണ്. മാമോദീസയുടെ അർത്ഥം മരിച്ചുയർക്കുക എന്നതാണ്. അത് ജീവിതത്തിലുണ്ടാവണം. പട്ടത്ത ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ഒരു മരിച്ചുയർപ്പിൻ്റെ അനുഭവം ഇല്ല എങ്കിൽ ആ ശുശ്രൂഷ, ആ സ്ഥാനം അല്ലെങ്കിൽ നിയോഗാർത്ഥമില്ലാതായിത്തീരുന്നു. രണ്ടാമത് പറയുന്നത്, കർത്താവ് കുടിച്ച പാനപാത്രം കുടിക്കുവാൻ സാധിക്കുമോ എന്നാണ്. അന്ത്യ അത്താഴത്തിൻ്റെ ദിവസം കുടിച്ച പാനപാത്രത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അത് വളരെ സൂചകമാണ്. അതിൻ്റെ പിറ്റേ ദിവസം കർത്താവ് ഏറ്റെടുക്കുന്ന ആ വലിയ പീഡാനുഭവത്തിൻ്റെ കാര്യത്തിൻ്റെ സൂചകമാണ് എൻ്റെ തലേ ദിവസം കർത്താവ് പറയുന്നത് പാനപാത്രം. ഒന്നാമത്തെ കർത്താവ് എന്താ പറയുന്നത്? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം. അപ്പോൾ എളുപ്പമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, നേരെ മറിച്ച് ജീവിതത്തിൽ സഹനത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ഒരു വിഷയമാണ് പട്ടത്ത് സ്വീകരണമെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞാൽ ഇതൊന്നും കൂടാതെ ജീവിക്കാൻ നല്ല മിടുക്കരായ അച്ഛന്മാർക്കറിയാം, അത് ഞാൻ മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷേ ദൈവനിയോഗം എന്നത് ഓരോ ദിവസവും ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് കർത്താവിന് ശുശ്രൂഷയ്ക്കായി സ്വയം നിയോഗിച്ച് പീഡാനുഭവത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്നതാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ മർമ്മം അറിഞ്ഞു വേണം ഇതിലേക്ക് പ്രവേശിക്കുവാൻ എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് തുടർന്ന് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്